ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹോയിസ്റ്റിങ്ങിലുള്ള കാര്യം പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹോയിസ്റ്റിംഗ് മറ്റേ ഫങ്ഷണൽ എക്സ്പ്രഷനിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്, അത് എങ്ങനെയൊക്കെ വന്നു. നമ്മൾ ആദ്യം ഗ്ലോബൽ എക്സിക്യൂഷൻ, അതായത് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അതിന് തൊട്ട് മുമ്പ് നമ്മൾ എഞ്ചിനെ കുറിച്ച് സംസാരിച്ചു. എഞ്ചിൻ എന്തിനാണ്, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എങ്ങനെയാണ് നമ്മൾ ബ്രൗസറിൽ വർക്ക് ചെയ്യുന്നത്, അത് എഞ്ചിന് ആവശ്യമുണ്ട്. എഞ്ചിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ രണ്ട് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒന്ന് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റും ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റും എന്നുള്ള രണ്ട് കൺസെപ്റ്റ് പറഞ്ഞു. പിന്നീട് പറഞ്ഞ ഗ്ലോബൽ എക്സിക്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ കുറച്ച് ക്രിയേഷൻ ഫേസ് അതുപോലെ തന്നെ എക്സിക്യൂഷൻ ഫേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എക്സിക്യൂഷൻ ഫേസിലാണ്. എക്സിക്യൂഷൻ ഫേസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ തന്നെ മൾട്ടിപ്പിൾ ഫേസസ് ഉണ്ട്. അതിൽ ആദ്യം പറഞ്ഞ ഒരു ഫേസ് ആണ് എന്ത്, അതായത് ക്രിയേഷൻ ഫേസ് പറഞ്ഞു. ക്രിയേഷൻ ഫേസിൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് അതിൻ്റെ മെമ്മറി സ്റ്റോറേജ്, അതായത് വേരിയബിൾ ഒബ്ജക്റ്റിലാണ് നമ്മൾ കോഡ്, അതായത് വേരിയബിൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യുക. അത് വേരിയബിളിന് അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂ ആണ് അത് കൊടുക്കുക. അപ്പോൾ അൺഡിഫൈൻഡ് എന്നുള്ളത് ആക്സസ് ചെയ്യുന്ന ടൈമിൽ അവിടെയാണ് ഹോയിസ്റ്റിംഗ് എന്നുള്ള കാര്യം വന്നത്. അതായത് നമ്മുടെ കോഡൊക്കെ എന്ത് ചെയ്യും, റൺ ആവുന്ന ടൈമിൽ ഇതൊക്കെ പോയി ടോപ്പ് ലെവലിൽ എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റ് വെക്കും. അതായത് വേരിയബിൾ ഡിക്ലറേഷൻ അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒക്കെ എന്ത് ചെയ്യും, ടോപ്പിൽ കൊണ്ടുവെക്കും. അതിന് അൺഡിഫൈൻഡ് എന്നുള്ള വാറിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ എന്ത് ചെയ്യും, അൺഡിഫൈൻഡ് എന്നുള്ള രീതിയിൽ വെക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫംഗ്ഷൻ നമ്മൾ മുമ്പ് തന്നെ കോൾ ചെയ്ത്, അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ തൊട്ട് മുമ്പ് തന്നെ അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വേരിയബിൾ ആണെങ്കിൽ വേരിയബിൾ എന്ത് ചെയ്യും, വേരിയബിളിനെ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂ വെക്കും. അത് എന്തിനാണ്, കാരണം എന്താ, എന്നുള്ള മെമ്മറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് അൺഡിഫൈൻഡ് എന്ന് കിട്ടിയതും. ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ മുമ്പേ കോളിംഗ് സംഭവിക്കുമ്പോഴും നമുക്ക് റിസൾട്ട് കാണുന്നതും അതുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു റോഡ് മാപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി പറയാൻ പോകുന്നത് ഹോയിസ്റ്റിംഗ് ഫങ്ഷണൽ എക്സ്പ്രഷനിൽ നടക്കും. അത് ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് എക്സ്പ്രഷൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫങ്ഷണൽ എക്സ്പ്രഷനിൽ നടക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നടക്കും, പക്ഷെ എന്ത് ചെയ്യൂല, അവിടെ അൺഡിഫൈൻഡ് എന്നുള്ള എന്താണ് വരിക, റെഫറൻസ് എറർ എന്നുള്ളതാണ് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമുക്കിപ്പോൾ നോക്കാം അത് എന്താ സംഭവിക്കുക എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ നോക്കിയേക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഇത് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അൺഡിഫൈൻഡ് ഉണ്ടാവും, പിന്നെ 10 എന്നുള്ളത് പ്രിന്റ് ആവും. കാരണം എന്താ, അതായത് വേരിയബിൾ ഒബ്ജക്റ്റിൽ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അൺഡിഫൈൻഡ് എന്ന്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂ ആണ് വരിക. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷണൽ എക്സ്പ്രഷനെ കുറിച്ചാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇതൊന്നും എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കമൻറ്റ് ചെയ്ത് വെച്ച ഫംഗ്ഷൻ ഉണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് നമ്മൾ അറിയാം നമുക്കിത് വർക്ക് ചെയ്യും. കാരണം എന്താ, വേരിയബിൾ ഒബ്ജക്റ്റിൽ ഡിക്ലറേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ്റെ നെയിമൊക്കെ മാറ്റി ഫംഗ്ഷൻ എക്സ്പ്രഷൻ ആക്കുന്നത്. ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തൽക്കാലം ഫംഗ്ഷനെ കളഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ആരോ ഫംഗ്ഷൻ ആക്കി മാറ്റാണ്. ആരോ ഫംഗ്ഷൻ അറിയില്ലെങ്കിൽ അതും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബേസിക് കോഡിങ്ങിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് കോഡിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് ഒന്നുണ്ട്, അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ആരോ ഫംഗ്ഷനെ കുറിച്ച് പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ആരോ ഫംഗ്ഷനിൽ കുറേ സംഭവങ്ങളുണ്ട്. ഈ ദിസിൻ്റെ ഒരു സംഭവമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരോ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, അതിൻ്റെ സ്കോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നീടുള്ള വീഡിയോസിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഇതൊന്ന് പ്രോപ്പർ ആക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഞാൻ പറയില്ല, ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കോർ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെന്തുകൊണ്ട് അങ്ങനെ ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോൾ പലരും ഭ്രാന്തായി നിൽക്കുന്ന എന്താ വെച്ചാൽ ഒരു മനസ്സിലാവാത്ത ഒരു കൺസെപ്റ്റാണ്. ചിലർക്കൊക്കെ എന്ത് ചെയ്യും, ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ജാവാസ്ക്രിപ്റ്റ് എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കൺസെപ്റ്റ് ഉണ്ടാവും. ഇത് മനസ്സിലായാൽ മാത്രമേ, ഇതിൻ്റെ കോർ ലെവലിലെ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അത് വീണ്ടും പറഞ്ഞതാണ്, ഒന്ന് സൂചിപ്പിച്ചതാണ്. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ ഈ ആരോ ഫംഗ്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷണൽ എക്സ്പ്രഷൻ ആക്കാണ്. ഫംഗ്ഷണൽ എക്സ്പ്രഷൻ വെച്ചാൽ ഒന്നുമില്ല, അനോണിമസ് ഫംഗ്ഷനാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നെയിം വെച്ച് വേരിയബിൾ വെച്ച് വേരിയബിളിനെ കോൾ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ അനോണിമസ് ഫംഗ്ഷൻ വരിക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സാമ്പിളിന് ഇതിനും കൊടുക്കുന്നു. സാമ്പിൾ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു,
അതിനെ അസൈൻ ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ നെയിം എന്താ? സാമ്പിൾ എന്നുള്ളതാണ്. കാരണം സാമ്പിൾ എന്നുള്ള നെയിമിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. പക്ഷേ ഇത് എന്താണ്? ശരിക്കും സാമ്പിൾ എന്നുള്ളത് ഒരു വേരിയബിൾ ആണ്. വേരിയബിൾ ആയിട്ടാണ് ആര് കൺസിഡർ ചെയ്യുക? ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? വേരിയബിൾ കൺസെപ്റ്റ് എറർ ത്രോ ചെയ്യുന്നത്. നോക്കാം, നമുക്ക് എറർ ത്രോ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ടോപ്പ് ലെവല്, അതായത് അതിന് തൊട്ട് മുമ്പ് ഏറ്റവും അടിയിൽ കോൾ ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ താഴത്തായിട്ട് ഞാൻ കോൾ ചെയ്തു. കോൾ ചെയ്തതിന് ശേഷം ഇത് വർക്ക് ചെയ്യും. വെൽക്കം ടു വെസ്ലി എന്നുള്ളത് പ്രിൻ്റ് ആവും. നോക്കി നോക്കാം. കണ്ടോ? വെൽക്കം ടു വെസ്ലി, യാതൊരു പ്രശ്നമല്ല. വെൽക്കം ടു വെസ്ലി എന്നുള്ളത് വർക്കായി. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് പ്രശ്നം? നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലാണ് പ്രശ്നം. കണ്ടോ? എന്താണ്? റെഫറൻസ് എറർ, അൺകോട്ട് റെഫറൻസ് എറർ. ഓക്കെ, എന്താണ് ഈ എറർ? എന്താ? കനോട്ട് ആക്സസ് സാമ്പിൾ ബിഫോർ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ഇതാണ് എറർ, റെഫറൻസ് എറർ. അതായത് പക്ഷെ നേരെ മറിച്ച് നമ്മൾ നെയിംഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഈ ഇഷ്യൂ ഇല്ല. പക്ഷെ വേരിയബിൾ, അതായത് ഫംഗ്ഷൻ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൾ ചെയ്യുമ്പോഴാണ് ഇഷ്യൂ. കാരണം എന്താ? ഫംഗ്ഷൻ എക്സ്പ്രഷനെ കാണുന്നത് അതൊരു വേരിയബിൾ ആയിട്ട്. ഓക്കെ, ലൈക്ക് ആ വേരിയബിൾ ആണ് കൺസിഡർ ചെയ്യുക. ജാവാസ്ക്രിപ്റ്റിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ ആ ഡയഗ്രാം വരച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ എക്സിക്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ സാമ്പിൾ എന്നുള്ള ഒരു മീൻസ് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിന് ടോപ്പിലെടുത്ത് വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ വാറിൻ്റെ കേസ്, ലെറ്റിൻ്റെ കേസ് ആകുമ്പോഴാണ്, ലെറ്റും കോൺസ്റ്റൻ്റെ കേസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അത് കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ലെറ്റ് തൊടാതിരുന്നത്. ഓക്കെ, ഇപ്പോൾ വാർ ഞാൻ കൊടുക്കുന്നു. വാറെന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ആക്സസ് ചെയ്യാൻ നോക്കി എന്താ സംഭവിക്കുക എന്നുള്ളതും കൂടി നോക്കാം. കണ്ടോ? ഇവിടെ വന്നത് എന്താണ്? സാമ്പിൾ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ആണ്. നോട്ട് എ ഫംഗ്ഷൻ. നേരത്തെ വന്ന റെഫറൻസ് എറർ ആണ്. ഇപ്പോൾ വന്നതോ റെഫറൻസ് എറർ, ടൈപ്പ് എറർ ആണ്. അതായത് സാമ്പിൾ ഈസ് നോട്ട് എ ഫംഗ്ഷൻ, അത് ഫംഗ്ഷൻ അല്ല എന്നാണ് പറയുന്നത്. പക്ഷേയോ സാമ്പിൾ എന്നുള്ളത് ഇവിടെ ഫംഗ്ഷൻ ആണ്. പക്ഷേ ഇത് എന്താണ്? ഫംഗ്ഷൻ എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ്റെ കേസ് വരുമ്പോൾ സാമ്പിൾ എന്നുള്ളതിലേക്ക് അസൈൻ ചെയ്യാണ്. അപ്പോൾ ഇതെന്താ ചിന്തിക്കുക? ഇതെന്താണ്? ഒരു ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ അല്ലാത്ത സംഭവത്തിനെ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ അല്ല എന്നുള്ളത് ഈ എറർ ആണ് ത്രോ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഒരു ഫംഗ്ഷന് ഞാൻ എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? കമൻറ്റ് ചെയ്യുന്നു. പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേ എറർ കാണുള്ളൂ. അതായത് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തു? ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു നെയിം വെച്ചിട്ട്, ഫംഗ്ഷൻ നെയിം വെച്ച് നമ്മൾ കോൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഫംഗ്ഷൻ നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് വരിക. അതായത് ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ അല്ലാത്ത പിന്നെ എന്തുകൊണ്ട് കോൾ ചെയ്തു എന്നുള്ള രീതിയിലാണ് ജാവാസ്ക്രിപ്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുണ്ട്? ഇവിടെ ഫംഗ്ഷൻ എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ ആവുമ്പോൾ ഇത് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് ആക്സസ് ചെയ്യാൻ നോക്കി അതെന്ത് പറയും? ഈ പറഞ്ഞ സാമ്പിൾ എന്നുള്ളത് നോട്ട് എ ഫംഗ്ഷൻ, ഫംഗ്ഷൻ അല്ല, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എക്സ്പ്രഷൻ്റെ കേസിൽ ഈ പറഞ്ഞ ഹോയിസ്റ്റിംഗ് നടക്കുന്നില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യും? നമുക്ക് വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും, അൺഡിഫൈൻഡ്. പക്ഷേ അത് നമ്മൾ ഫംഗ്ഷനായിട്ട് കോൾ ചെയ്ത്, നിങ്ങൾ കാണുന്നില്ല ഇവിടെ സെക്കൻഡ് ലൈനിൽ, അതെന്ത് ചെയ്താണ്? ഈ പറഞ്ഞ ഫംഗ്ഷൻ കോളിംഗ് ആണ്, നടക്കൂല. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്രിയേഷൻ ഫേസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് എന്താ? ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വിഒ, അതായത് വേരിയബിൾ മെമ്മറിയിൽ എങ്ങനെയാണ് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? മെമ്മറിയിൽ വെച്ചാൽ തന്നെ അതിന് എന്താണ് വാല്യൂ. അപ്പോഴാണ് ഹോയിസ്റ്റിങ്ങിൻ്റെ കേസ് വന്നത്. അപ്പോഴാണ് ഹോയിസ്റ്റിങ്ങിൻ്റെ കേസ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഹോയിസ്റ്റിംഗ് എന്നുള്ളത് മൈൻഡിൽ വെക്കുക. അതുപോലെ വിഒയിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അതായത് വേരിയബിൾ ഒബ്ജക്റ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ ഹോയിസ്റ്റിംഗ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ ഫംഗ്ഷൻ എക്സ്പ്രഷൻ്റെ കാര്യം എന്താ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റേജും കൂടി ഉണ്ട്. അതിനാണ് സ്കോപ്പ് ചെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കേണ്ടത്? സ്കോപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. ഈ സ്കോപ്പിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബേസിക് കോഡിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വേരിയബിളിൻ്റെ കേസും അതുപോലെ ഡാറ്റ ടൈപ്പിൻ്റെ കേസും പറയുമ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്കോപ്പ് എന്താ, ഫംഗ്ഷണൽ സ്കോപ്പ് ഉണ്ട്, ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ സ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. നമ്മുടെ ബേസിക് ജാവാസ്ക്രിപ്റ്റ് കോഡിങ്ങിൽ പഠിച്ചതാണ്. ഇവിടെ എന്ത് ചെയ്യും? അതല്ല പറയുന്നത്. സ്കോപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, സ്കോപ്പ് വെച്ച് എന്താണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്കോപ്പ് ചെയിനിങ്, എന്താണ് പിന്നെ ഈ ക്രിയേഷൻ ഫേസിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്കോപ്പ് ചെയിനിങ് പറയുമ്പോൾ ആദ്യം എന്താണ് സ്കോപ്പ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഈ സ്കോപ്പിൻ്റെ കേസ് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ എക്സിക്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ക്രിയേഷൻ ഫേസിൽ ഫസ്റ്റ് കേസാണ് ഈ പറഞ്ഞ വിഒ, അതായത് മെമ്മറി. പിന്നീട് വരുന്ന ഒരു സംഭവമാണ് എന്ത്? സ്കോപ്പ് ചെയിനിങ്. സ്കോപ്പ് ചെയിനിങ് എപ്പോഴാണ്? ആഫ്റ്റർ മെമ്മറി സ്റ്റോർ.
ഓക്കെ. മെമ്മറിയിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ഒരു ക്രിയേഷൻ ഫേസ് ആണ് എന്ത്, ക്രിയേഷൻ ഫേസിൽ വരുന്ന അടുത്ത സ്റ്റേജ് ആണ് സ്കോപ്പ് ചെയിനിങ്. ഓക്കെ. അപ്പോൾ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, ജാവാസ്ക്രിപ്റ്റിൽ നമുക്കൊരു കോഡ് ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ഒരു വേരിയബിൾ എവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എവിടെയൊക്കെ എന്തിലൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം, എന്തിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ സ്കോപ്പാണ്. ഓക്കെ. അതാണ് ഒരു സ്കോപ്പ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക. കാരണം ഓരോ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൻ്റെ സമയത്തും എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്കോപ്പ് ക്രിയേറ്റ് ആവും. ഓക്കെ. ഈ സ്കോപ്പിൻ്റെ വെച്ചാൽ അതൊരു സ്പേസ്, ഒരു എൻവയറമെൻ്റ് ആണ്. അതായത് നമ്മളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നു. ആ ഡിഫൈൻ ചെയ്ത സംഭവത്തിന് എവിടെയൊക്കെ ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. സ്കോപ്പ് അങ്ങനെയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതും എവിടെയാണ്, ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൻ്റെ ഉള്ളിലാണ് ഫംഗ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, അപ്പോൾ ഓരോ ഈച്ച് ഫംഗ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിലും ഓരോ സ്കോപ്പ് ഉണ്ട്. അതായത് നമ്മൾ ആ സ്കോപ്പ് വെച്ചിട്ട് എവിടെയൊക്കെ ആക്സസ് ചെയ്യണം, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിൾ എവിടെയൊക്കെ ആക്സസ് ചെയ്യണം, ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മീൻസ് ബേസിക് കോഡിങ്ങിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് പോയാൽ, കാരണം സ്കോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ഇവിടെ കാണുക. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ, അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്കോപ്പ് ചെയിനിങ്ങിനെ കുറിച്ച് പ്രോപ്പറായി പറഞ്ഞു തരുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.